ഇന്റർവ്യൂവിൽ ഒരാൾ പറഞ്ഞിട്ടുണ്ട് ആന്റണി പെരുമ്പാവന്റെ ബുദ്ധി എന്ന് പറഞ്ഞ ഒരു MBA ബുദ്ധിനേക്കാളും അപ്പുറത്തെ ബുദ്ധിയാന്നുള്ളത്. ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്. ആളതിൽ ഇന്റർവ്യൂവിൽ തന്നെ എല്ലാവരും പറയണ്ടല്ലോ, ഒരു സിനിമയുടെ ലൊക്കേഷനിൽ യാദൃശ്യമായിട്ട് ഡ്രൈവറായിട്ട് വന്നിട്ട് പെട്ടെന്ന് കൂടെ കൂടിയുള്ള ഒരു വ്യക്തിയാണ്. ശരിക്കും പറഞ്ഞാൽ ആന്റണി പെരുമ്പാവൂർ കൂടെ കൂടിയതിന് ശേഷമാണ് മോഹൻലാൽ എന്നൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്തത്. അത്ര നാളും അതിലേക്ക് ഒരു ബുക്കിൽ ഞാൻ വായിച്ച കൂടെ വന്നവരൊക്കെ പറ്റിച്ചും പൈസ കൊടുക്കാണ്ടും അദ്ദേഹത്തെ യൂട്ടിലൈസ് ചെയ്യുന്നു ലാലേട്ടനെ. ശരിക്കും പറഞ്ഞാൽ ലാലേട്ടനെ ബ്രാൻഡ് ചെയ്ത് പൈസ ഒക്കെ പേയ്മെന്റ് ഒക്കെ പക്ക ചോദിച്ച് വാങ്ങിച്ച ആളെ ഒരു ബ്രാൻഡ് പൊസിഷനാക്കി എന്നുള്ളത് ഈ ആന്റണി പെരുമ്പാവൂർ എന്നുള്ളത്. അത് കഴിഞ്ഞാൽ ചില വ്യക്തികളുണ്ട്, ചില കമ്പനികളിലും ചില സിനിമാ താരങ്ങളിലും ചില രാഷ്ട്രീയ നേതാക്കളും ഒപ്പം കൂടി കഴിഞ്ഞിട്ടുണ്ടല്ലോ, അന്ന് അവന്റെ ശുക്രദശ തുടങ്ങിയിട്ടുണ്ടാവും. കാരണം അത് അവരൊന്നും പ്രൊഫഷണൽ കൂടി ആയിരിക്കും. വെച്ചാൽ എത്ര പൊളിറ്റീഷ്യൻ ലീഡേഴ്സിന് എത്ര വിശ്വസ്തന്മാരുണ്ടെന്ന് അറിയാം. സിനിമാ താരങ്ങൾക്കുണ്ട് അങ്ങനെ. അവർ പെട്ടെന്ന് മാറി കഴിഞ്ഞാൽ അവർ കരിയർ തന്നെ അടിയിൽ പോകും. അവരാണ് ശരിക്കും ചാർട്ട് ചെയ്യുന്നത്. അവർക്കറിയാം ആ വ്യക്തിയുടെ സ്വാറ്റ് അനാലിസിസ് എന്നൊക്കെ പറയില്ലേ മാനേജ്മെന്റ്, അതുപോലെ സ്ട്രെങ്ത് എന്താ, വീക്ക്നെസ് എന്താ, ത്രെട്ട് എന്താ, ഓപ്പർച്യൂണിറ്റി എന്താ, ആക്ടറെ അല്ലെങ്കിൽ ആ ബ്രാൻഡിന്റെ എന്നുള്ളത് അവർക്കറിയാം. അവര് MBA അവർക്ക് കറക്റ്റ് അറിയാം എവിടെ എങ്ങനെ പ്ലേസ് ചെയ്യണമെന്നും എങ്ങനെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോയി സക്സസ് ആക്കണം എന്നുള്ളതും. അതൊരു വലിയ സംഭവം തന്നെ. ഈ ആന്റണി പെരുമ്പാവൂർ എന്ന വ്യക്തിയുടെ ഒരു ബ്രില്യൻസ് ഇല്ലേ, ആ വ്യക്തിനെ അങ്ങോട്ട് ബ്രാൻഡ് അല്ലെങ്കിൽ ലാലേട്ടനും ഒന്നും അറിയേണ്ട കാര്യമില്ല, ഫുള്ള് സ്റ്റാർട്ട് ചെയ്യുന്ന പുള്ളിയാണെന്നുണ്ട് കാര്യങ്ങൾ. അതാണ് അവർ തമ്മിലുള്ള ട്രസ്റ്റ് ഇല്ലേ. ശരിക്കും പറഞ്ഞാൽ അങ്ങനത്തെ ആളുകളെ കിട്ടാൻ ഭയങ്കര പാടാ കമ്പനികൾക്കും പേഴ്സണലായിട്ട് സെലിബ്രിറ്റീസിനൊക്കെ. അങ്ങനത്തെ ആളുകൾ സൽമാൻ ഖാനൊക്കെ ഞാൻ ബോളിവുഡിൽ കേട്ടിട്ടുണ്ട്. ഒരു ബോഡി ഗാർഡ് ഉണ്ട്, അവരെ അത്രയും ട്രസ്റ്റ് ആയിട്ടുള്ള ചില അതേപോലെ തന്നെ അവർക്കും ഗ്രോത്താ ഈ കൂടെ വരുന്ന ആളുകൾക്കും. പക്ഷെ അവരുടെ ഒരു കഴിവാണത്. ചിലർക്ക് മാർക്കറ്റിംഗ് ഇന്റലിജൻസ് ഉണ്ടാവും ചില വ്യക്തികൾക്ക്. അവരെല്ലാം മാർക്കറ്റിങ്ങിലൂടെ കാര്യങ്ങൾ കാണാം. അവർ ഓരോ സ്ട്രാറ്റജികൾ അവർ ഇംപ്ലിമെന്റ് ചെയ്യും. അതൊന്നും ഒരു മാനേജ്മെന്റ് പുസ്തകത്തിൽ നിന്ന് കിട്ടുന്ന സ്ട്രാറ്റജികളല്ല. ഓൾറെഡി അവർ ലൈഫിൽ നിന്ന് പഠിച്ചിട്ടുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങളാ, നാടൻ മാർക്കറ്റിംഗ് തന്ത്രങ്ങൾ എന്നൊക്കെ പറയില്ലേ.